അതിലൊരു സഹോദരി പറയുന്നതാണ്, നെജില് പറഞ്ഞത് മൊത്തം കളവാണ്. പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതി ആദ്യത്തെ 2 മക്കളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. 3ാമത്തെ മോന്റെ ഉപ്പ ഷംസുവാണ് മരണപ്പെട്ടത്. എന്റെ നാട്ടിലുള്ള കുറച്ച് സ്ത്രീകൾ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളും അള്ളാഹു സത്യം, ഞാൻ ജോലിയും കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ്. എന്റെ കൽബങ്ങ് കരയാണ് മാപ്പിളേനെ പിടിക്കാൻ. എനിക്കൊരു മാപ്പിളേനെ പിടിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടുകാരുണ്ട്. അപ്പോഴും പറഞ്ഞ എനിക്ക് അവളില്ലാതെ പറ്റൂല, ബിന്ദു ഇല്ലാതെ പറ്റൂല. അവൾക്ക് 41 വയസ്സുണ്ട്. ഇവർ ടിക്ടോക്ക് വഴി പ്രേമമായതാണ്. നമുക്കിനിയിപ്പോൾ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഒന്നും കിട്ടാനുമില്ല. അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എപ്പോഴെങ്കിലും ഒന്ന് തിരികെ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എല്ലാ തെറ്റും മനസ്സിലാക്കിയിട്ട്. എൻ്റെ ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് നെജിലയുടെ ഒരു സങ്കടപ്പെട്ട ഒരു വീഡിയോ കണ്ടപ്പം അത് ചെയ്യണമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അതിനകത്ത് കുറെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ആ കമന്റിൽ അവരുടെ വീടിനടുത്തുള്ളത്, അവരുടെ മഹലിലുള്ളത്, അയൽക്കാര് ഒക്കെ 1-2 കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ കമന്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊരു സഹോദരി പറയുന്നതാണ്, നെജില് പറഞ്ഞത് മൊത്തം കളവാണ്. പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതി ആദ്യത്തെ 2 മക്കളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. 3ാമത്തെ മോന്റെ ഉപ്പ ഷംസുവാണ് മരണപ്പെട്ടത്. അയാളെ പ്രണയിച്ച് കെട്ടിയതാണ്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, എന്റെ മഹലിലാണ് എന്നാണ് ആ സഹോദരി പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിന് സപ്പോർട്ടായിട്ട് വേറൊരു സഹോദരി പറയാണ്, ഇവർ പറയുന്നത് കള്ളവല്ല, സത്യമാണ്, എനിക്കറിയാം, ഇവരെന്റെ അയൽക്കാരാണ് എന്നാണ് ഈ 2 പേരിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ സഹോദരിമാരോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, 3 മക്കളെ വളർത്താൻ, 3 ചെറിയ മക്കളെ വളർത്താൻ കഷ്ടപ്പെട്ട് റബ്ബർ വെട്ടിയും അങ്ങനെ റബ്ബറും പാലൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ആ നെജില. ആ 3 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? മനുഷ്യന്മാരാണ്, തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടാവും. അത് ആർക്കാ ഇല്ലാത്ത? എല്ലാവർക്കും കാണും. തെറ്റുകളും കുറ്റങ്ങളും ഒന്നും സംഭവിക്കാത്ത മനുഷ്യന്മാരില്ല. ഒക്കെ പുറത്തു കൊടുക്കുക, ക്ഷമിക്കുക. ഇനി ആ ഉപ്പ ഇല്ലാത്ത ആ 3 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണ്ടേ? അപ്പൊ അവർക്കുള്ള കാര്യങ്ങളെല്ലാം ഈ നെജില മാത്രമല്ലേ എല്ലാം കിടന്ന് ചെയ്യേണ്ടത്. അപ്പൊ എന്തേലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പൊറുക്കുക. അയൽക്കാരോടായാലും നാട്ടുകാരായാലും ഒക്കെ ക്ഷമിക്കുക. ഇപ്പം ഈ അയൽക്കാരോട് നെജിലായ്ക്കും എന്തൊക്കെയോ പറയാനുണ്ട്. അതെന്താണെന്നും കൂടിയിട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇത് പറയാണ്ടിരുന്നാല് എനിക്കൊരു സങ്കടമാണ്. കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനലില് ഒരാളെ ഹെൽപ്പ് ചെയ്യണം, എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ ഈ മക്കളെ നോക്കണം. ഈ 400 രൂപ പാലെടുപ്പ് സ്ഥിരമില്ല. അൽഹംദുലില്ലാ ഈ മാസം ഒരു 10-12 പാലെടുപ്പായി. ഇതോടുകൂടി 10-13 പാലെടുപ്പായി. കണക്ക് നോക്കിയിട്ടില്ല, അവിടെ ബുക്കിലാണ് എഴുതിയിടുന്ന. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ചെവിയിൽ കേൾക്കാനേ, ഈ ഭൂമിയിൽ എൻ്റെ വീട് വരില്ല. ഈ ഭൂമിയിൽ എൻ്റെ വീട് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വരും. അത്രയും പവിത്രമായ വീടാണ്. പിന്നെ രണ്ടാമത് എൻ്റെ ചാനൽ നോക്കിയിട്ട്, യൂട്യൂബ് ചാനലിൽ ഉള്ളവരെല്ലാവരും ബന്ധം തീർന്ന് നിൽക്കുന്നവരായാലും അല്ലാത്തവരായാലും ഭർത്താവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പുതിയ സംസാരമാണ്. ഞാൻ ഭർത്താവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്കിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ എനിക്കൊരു സമാധാനമാണ്. നിങ്ങളെങ്കിലും ഒരു നല്ല കമൻറ്റ് പറയുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, വാട്സപ്പ് മാത്രമേ ഉള്ളൂ, ഈ യൂട്യൂബ് ചാനൽ. എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് തംബ്ലൈൻ ഇട്ടിട്ട് കൊടുക്കാം, നെജിലാക്ക് ഒരു ഭർത്താവിനെ വേണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം, ദീനീ ബോധമുള്ള എന്നെനിക്കൊരു തംബ്ലൈൻ ഇടാം. ഞാൻ ഡയറക്റ്റ് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനിപ്പോൾ പണമിടപാടായാലും ബാക്കി എന്ത് കാര്യമായാലും. ഇത്രയും വർഷം എൻ്റെ ഉമ്മാക്ക് 51-52 വയസ്സ് അടുപ്പിച്ചായി. അപ്പോൾ ഇത്രയും വർഷമായാലും ഉമ്മ ആണെങ്കിലും എൻ്റെ അടുത്ത് ഒരേ കാര്യങ്ങൾ ചോദിക്കും, മോളെ ഇത് ഇങ്ങനെയാണ്. ഉമ്മക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഞാൻ നിൽക്കും. കാരണം എൻ്റെ ഉമ്മായ, ഞാനും ഇന്നൊരു ഉമ്മായ, എനിക്ക് 3 മക്കളുണ്ട് എന്നും പറഞ്ഞ് ഈ പറയുന്നവരാരും എനിക്ക് 5 പൈസ തരാം. പിന്നെ ഓരോ കൂട്ടങ്ങൾ, അത് എന്ത് കൂട്ടമാണെന്ന് ഞാൻ പറയാം. ആ കൂട്ടങ്ങളിലെല്ലാം ചർച്ചാ വിഷയം ഞാനാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണേ, പലരും യൂട്യൂബ് ചാനൽ കുക്കിംഗ് ഉണ്ട്, ഞാൻ എന്തരാണ് ഇട്ടേക്കണ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും, എൻ്റെ വീടിൻ്റെ ഹെൽപ്പ്. പിന്നെ എൻ്റെ ഇക്ക എന്ന് പറയുന്ന ആളിനെ കുറിച്ചിട്ട് പറയാം. എൻ്റെ ഇക്ക
ഞാൻ എൻ്റെ ഭർത്താവിനെ ഇക്കാന്നല്ലാതെ ഷംസ് എന്ന് ഞാൻ വിളിച്ചിട്ടില്ല. എല്ലാവരും ഷംസു ഷംസു എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഇക്കായ ഞാൻ പറയാത്ത എന്തെന്നറിയാമോ, അദ്ദേഹം മരണപ്പെട്ടു. ലാസ്റ്റ് ഡിസംബറിലാണ് നമ്മുടെ എഗ്രിമെന്റ് തീരുമാനം കാര്യങ്ങൾ വന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു വന്ന് കുട്ടികളെ കണ്ടിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അപ്പോഴും പറഞ്ഞു എനിക്ക് അവളില്ലാതെ പറ്റൂല, ബിന്ദു ഇല്ലാതെ പറ്റൂല. അവൾക്ക് 41 വയസ്സുണ്ട്. ഇവർ ടിക്ടോക്ക് വഴി പ്രേമമായതാണ്. നമുക്കിനിയിപ്പോൾ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഒന്നും കിട്ടാനുമില്ല. അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എപ്പോഴെങ്കിലും ഒന്ന് തിരികെ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എല്ലാ തെറ്റും മനസ്സിലാക്കിയിട്ട്. എൻ്റെ വീട് താമസിച്ച ഓണർക്കറിയാം. ഞാൻ ഒരു ഒറ്റ സെക്കൻഡേ, ഓണർക്കറിയാം ഞാൻ എന്തായിരുന്നു, ഞാൻ എങ്ങനെയാണ്, ഞാനും എൻ്റെ ഭർത്താവും എങ്ങനെ ജീവിച്ച് എന്ന് എൻ്റെ ഓണർമാരൊക്കെ എൻ്റെ സാക്ഷിയാണ്. പിന്നെ നാട്ടുകാർ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ഭർത്താവ് ഏറ്റവും ബാക്കി എന്ത് കാര്യം വന്നാലും സഹിക്കും, പക്ഷെ അവിഹിതം വന്നാൽ നമ്മൾ സഹിക്കില്ല. അത് മാത്രമല്ല, നമ്മൾ നേരിട്ട് പിടിച്ച് ഒരാൾ പറയുന്നല്ല, നേരിട്ട് പിടിച്ച് കാര്യങ്ങളും. ഇപ്പൊ തന്നെ ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരു സംഭവം പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വീടല്ല, പിടിച്ചിട്ടപ്പോഴത്തേക്ക് ഇപ്പം മിസലുമോൻ 4 വയസ്സല്ല, ഇതിന് മുന്നേ ഉള്ള വീട് പിടിച്ചപ്പോഴത്തേക്ക് ഇക്ക വീടിന്റെ സ്വിച്ച് ബോർഡ് മൊത്തം അടിച്ച് നശിപ്പിച്ച് വണ്ടി ഇടിച്ച് പിന്നെ കളഞ്ഞ് കുറേ നാള് ഇങ്ങനെയൊക്കെയായി മാറി നിന്ന് പിണങ്ങി. അതായത് ഒരു സൈക്കോ പോലത്തെ ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഒരു പരുവത്തിൽ കൂടെ അങ്ങ് മുമ്പടിച്ച് കൊണ്ടുപോവാണ്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊരുത്തം ചോദിച്ചവരാണ്. പിന്നെ നിങ്ങൾ നാട്ടുകാരൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഭർത്താവും ഞാനും കൂടെ തമ്മിൽ ഭയങ്കര ഈ അടിമാലിയിലുള്ള ഒരു പെണ്ണുമായിട്ടായിരുന്നു. അവളെ 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട്. അതൊക്കെ വെച്ചിട്ട് പറയണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ. എൻ്റെ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടല്ല നമ്മൾ ദാമ്പത്യ ജീവിതം തുടങ്ങിയത്. എൻ്റെ വാപ്പാരന്മാരെ സമക്ഷത്തില്, അല്ലെങ്കിൽ എൻ്റെ നമ്മൾ നിക്കാഹ് ചെയ്തപ്പോഴത്തേക്കുള്ള വ്യക്തികൾ, ബാക്കി കാര്യങ്ങൾ അതിലൊന്നും നിങ്ങളാരെയും എനിക്ക് പറയേണ്ട കാര്യം. പിന്നെ എൻ്റെ യൂട്യൂബിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ നാട്ടിലുള്ള കുറച്ച് സ്ത്രീകൾ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളും, അള്ളാഹു സത്യം, ഞാൻ ജോലിയും കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ്. എൻ്റെ കൽബങ്ങ് കരയാണ് മാപ്പിള പിടിക്കാൻ. എനിക്കൊരു മാപ്പിളേനെ പിടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വീട്ടുകാരുണ്ട്. നിങ്ങൾക്ക് മാപ്പിള ഇല്ലാത്തതിന്റെ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എനിക്കിപ്പം ഒരു ഭർത്താവിനെ വേണമെങ്കിൽ എൻ്റെ മക്കൾ എപ്പോഴും പറയും നമുക്കൊരു ഉപ്പ ഇല്ല. മസ്റൂറ മോള് പറയും, മിഫ്സലി മോൻ പറയും വാപ്പച്ചി എന്തിയമ്മ, വാപ്പച്ചി എന്തി. ഇന്നലെ ഞാൻ ഇക്കാനെ സ്വപ്നം കണ്ട്. ഞാൻ ഇക്കാന്ന് വിളിച്ചിട്ടുള്ളത് ഇക്കാനെ വിളിച്ചിട്ടുള്ളൂ. ഇത്രയും ഇവിടുന്ന് പോയി ടിക്ടോക്ക് വഴി പ്രേമമായപ്പോഴും പിന്നെ ഒരു ക്രിസ്ത്യാനി പെണ്ണുമായിട്ട് പോയപ്പോഴും പൊരുത്തം ചോദിച്ച് വീണ്ടും മടങ്ങി വന്നത് റമദാനിക്ക് വാപ്പാരുടെ ഉമ്മാരുടെ ഒക്കെ. പിന്നെ ഇനി ഇതിൽ കൂടുതൽ ആ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയേണ്ട ഒരു കാര്യവും എനിക്കില്ല. കാരണം നമ്മൾ തമ്മിൽ ഇതായിട്ട് 3 വർഷമായെങ്കിൽ പിള്ളേരെ വീഡിയോ കോൾ വിളിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കാൻ കാരണം എൻ്റെ ഇക്കാൻ്റെ വീഡിയോ കോൾ വിളി കാരണമാണ്. അവസാനം ഈ പിള്ളേർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഈ പിള്ളേരെ വീഡിയോ കോൾ വിളിച്ച് പിന്നെ ഈ ബന്ധം തീർന്നിട്ട് ഒറ്റ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മാർച്ചിലാണ്, അതായത് ജൂൺ 6-ാം തീയതിയാണ് അദ്ദേഹം നാട്ടിൽ വരുന്നത്. ജൂൺ 10-ാം തീയതി 6-ാം തീയതി ഏതോ ഒരു അതിന് മുമ്പ് ഫെബ്രുവരിയിൽ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് എന്ത് വേണം. 3 കാക്കച്ചിയിലെ കുട്ടിക്ക് ഉൾപ്പെടെ സാധനം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അവള് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അവള് കുട്ടിക്ക് ചെലവിന് ആണെങ്കിലും എനിക്കാണെങ്കിലും നമുക്കാണെങ്കിലും ചെലവിന് തരാൻ അദ്ദേഹത്തിനെ സമ്മതിക്കൂല. ആ 3000 അല്ലെങ്കിൽ 3500 രൂപ കിട്ടിക്കൊണ്ടിരുന്ന പൈസയാണ്. ഞാൻ ജൂൺ 10-ാം തീയതി വരെ അദ്ദേഹം പൈസ അയച്ചിട്ടുണ്ടായിരുന്നു, 1 മാസം ഇടവിട്ടാണെങ്കിലും. ഞാൻ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ പോയിട്ടില്ല. അദ്ദേഹം ആ ഫ്രണ്ട്സുകളുടെ അടുത്ത് എല്ലാം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ഫ്രണ്ട്സുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഫ്രണ്ട്സൊക്കെ എല്ലാം ചെലവഴിച്ച് എല്ലാ കാര്യങ്ങളും കല്യാണം വരെ അവർ നടത്തിക്കൊടുത്ത്. ഇപ്പൊ ആ കല്യാണം നടത്തിക്കൊടുത്ത ആൾക്കാർ എവിടെ പോയി? ഷംസു ഇല്ലാത്ത പോക്കൃത്തരത്തിന് മൊത്തം കൂടും. അവനൊരു കുടുംബമുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട്? അവരുടെ അടുത്തെല്ലാം ഞാൻ എന്നെ പറഞ്ഞത് ഞാൻ ഒരാളോട് ഒളിച്ചോടി പോയോണ്ടാണ് അവളെ ഞാൻ ഒഴിവാക്കിയത്, ഇനി അവളെ പറ്റില്ല എന്നാണ് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞത്. അവര് വിശ്വസിച്ച്. പിന്നെ എനിക്കിപ്പോ അവരുടെ അടുത്ത് അതിൽ 2 പേര് കോണ്ടാക്ട് ഉണ്ട്. എന്നിൽ 3 പേര് എൻ്റെ കോണ്ടാക്ട് ഉണ്ട്. പെണ്ണും ആണും കോണ്ടാക്ട് ഉണ്ട്. എന്നുവെച്ചാൽ അവരുടെ ഫ്രണ്ട്സുകൾ, അതായത് ഭാര്യയും ഭർത്താവും കോണ്ടാക്ട് ഉണ്ട്. അവരെന്തെങ്കിലും കാര്യം വന്ന ആ സമയത്തൊക്കെ കോൺഫറൻസ് കോളൊക്കെ ആയിട്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. എൻ്റെ അവസ്ഥ, എൻ്റെ നരകയാതന കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങളാണ് എന്നെ കൈ ഒപ്പിയിട്ട്. ഇപ്പോഴും എനിക്ക് ഈ മക്കളെ വളർത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അനാഥരായി പോവരുത് എന്നൊരു നിയത്തുണ്ട്. ആരെയും ഒന്നും മേടിച്ചിട്ടില്ല എൻ്റെ പടച്ച സത്യം എൻ്റെ മക്കളെ വളർത്തുന്നത്. ഇപ്പോഴും എൻ്റെ ഓണർക്കറിയാം. ഒരു ദിവസം അങ്ങോട്ട് ആദ്യമൊക്കെ ചിലപ്പം ഈ ഇക്കാൻ്റെ ഈ പ്രശ്നത്തിലൊക്കെ ഞാൻ ഭയങ്കര ഇത്തയൊക്കെ വിളിച്ചിട്ട് ഞാൻ നേരെ വിട്ട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ
ഇനി എന്ത് ചെയ്യും? ഞാൻ ഈ ഇവിടെ ഇരുന്ന് തൊട്ടിലിൻ്റെ ഇത് ഞാൻ ഈ ഇക്കാന്റെ ഈ അവിഹിത ബന്ധവും ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ നേരിൽ അറിഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് വിവരങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ പോവാനായിട്ട് തീരുമാനിച്ച്. അപ്പോഴും എനിക്ക് ഈമാൻ തന്ന റബ്ബാണ് നിർത്തിയത്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറിട്ട് ഇപ്പം 3 വർഷമായി. എൻ്റെ മോളെ ഞാൻ കെട്ടി തൂക്കി. നിങ്ങൾക്കറിയാമോ? ഇതെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു സങ്കടവും ഇല്ല. ഞാൻ അനുഭവിച്ച വേദന എന്നെ ഒരുപാട് പേര് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയാണെങ്കിലും അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ നല്ല യൂട്യൂബിലോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിന്നെ കാണാൻ വന്ന മക്കളെ കാണാൻ വന്ന നാട്ടുകാരുടെ ചോദ്യമാണ്. അത് എല്ലാവരും ഇല്ല. എൻ്റെ ആണുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, 1-2 ആണുങ്ങൾക്ക് ഉള്ള വിഷയം. ബാക്കി ഈ ഭർത്താവൊക്കെ മരണപ്പെട്ടു പോയതും ഈ ഭർത്താവിനെ അനുസരിക്കാത്ത കുറേ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇവിടെ എൻ്റെ ഈ നാട്ടിലുണ്ട്. എന്നെ എങ്ങനെയെല്ലാം എന്തല്ല എൻ്റെ പൈസ മേടിച്ചിട്ട് ലാസ്റ്റ് ചോദിച്ചപ്പോൾ അടി വരെ തന്നിട്ടുണ്ട് എനിക്ക്. എന്നിട്ട് ഞാൻ ഒരു പോലീസ് കാര്യത്തിൽ ഒന്നിനും പോട്ടെ എനിക്കത് അപ്പോഴും ഞാൻ ക്ഷമിച്ചിട്ടേ ഉള്ളു. പക്ഷെ പിറ്റേ ആഴ്ച എൻ്റെ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ നീ ക്ഷമിച്ചതിന് മറുപടിയായിട്ടാണ് റബ്ബ് അത് കൊടുത്തത് എന്ന് പലരെയും വാക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മക്കളെ ഞാൻ വളർത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഉമ്മായും ബാപ്പായും ഞാൻ അഭിമാനത്തോടുകൂടി ഞാൻ പറയും ഞാനാണ്. എൻ്റെ മസറൂറ മോളായാലും ഈ നിമിഷം വരെ പൂട്ടിയിരുത്തിയിട്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചിട്ടാണ് വന്നത്. ഊണ് മേടിച്ചിട്ട് രാവിലെ ഒരു ചപ്പാത്തി നിന്നുകൊണ്ട് പോയവളാണ് ഞാൻ. 7:30 ഞാൻ പണിക്ക് പോയി. 7:30 വന്ന് 10 മണിക്ക് അവിടെ കയറണം തയ്യൽ കമ്മിറ്റിയുടെ ഓഫീസിൽ. എന്നിട്ട് ഞാൻ കയറി ഇപ്പോഴും വന്ന് ഊണ് മേടിച്ചുകൊണ്ട് വന്ന് കുറച്ച് നേരെ ആയിട്ടേ ഉള്ളൂ. 1 മണിയായി. ഇപ്പം ഞാൻ വീഡിയോ ഇടാൻ 2 മണിക്ക്. ഒരാളടുത്ത് പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. ആട്ടിനെ അഴിച്ചിട്ട് എൻ്റെ ആടും മക്കളും ഒക്കെ വിളിയായിരുന്നു. എൻ്റെ ഒരു സപ്പോർട്ടും പിന്തുണയും ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ മുന്നോട്ട് പോവില്ല. അവർക്ക് ഞാനേ ഉള്ളൂ ഉമ്മായും ഉപ്പായും. ഞാൻ ധൈര്യത്തോടുകൂടി പറയും അവരെ ഉമ്മായും പാപ്പായും ഞാനാണ്. കാരണം ഒരാളെന്ന് ഒരു 5 പൈസ മേടിച്ചിട്ടല്ല എൻ്റെ മക്കളെ വളർത്തുന്ന. നിങ്ങൾ ആരെങ്കിലും വീടിന് വെക്കാൻ വേണ്ടി മാത്രമേ ഞാൻ നിങ്ങളെ മുമ്പ് കൈ നീട്ടിയിട്ടുള്ളൂ. ഇപ്പോഴും പറയണേ എൻ്റെ വയസ്സായ വാപ്പാക്കും ഉമ്മാക്കും എന്നെ ഓർത്ത് തീരാ ദുഃഖമാണ്. നിങ്ങൾക്ക് ആർക്കും ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞാനൊരു ദ്രോഹം എല്ലാവരും സങ്കടം കണ്ട് വീട്ടിൽ ഇരിക്കുന്ന സാധനം വരെ ഗ്യാസ് വരെ ഓരോരുത്തരെ സങ്കടം കേട്ട് വീട്ടിൽ വന്ന് നമ്മളിന്ന് കബളിപ്പിച്ചുകൊണ്ട് പോയി. തിരിച്ച് നമുക്ക് ദുഃഖമാണ്. ആരോടും ഞാൻ പറയണേ, നിങ്ങൾ ദൂരമുള്ളവർക്ക് യത്തീം മക്കൾക്ക് സഹായിച്ചാലും അടുത്തുള്ള യത്തീം മക്കൾക്ക് സഹായിച്ചാലും ഈ അർഹതപ്പെട്ടവർക്കല്ലാണ്ട് നിങ്ങൾ ആരായാലും സഹായിക്കരുത്. ഞാൻ ഇത്രയും നേരം വിശന്നിരുന്നിട്ട് പോലും എൻ്റെ മക്കൾ ചെറിയൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പോഴും ഞാൻ ഉമ്മാടുത്ത് 100 തവണ ഉമ്മ മക്കളെന്തരായ എന്തോമ്മ വിശക്കണ്. ഞാൻ വന്ന് പൂട്ടി കതവ് തുറന്നപ്പോൾ എൻ്റെ മക്കളെ സന്തോഷം കാണണം. കാരണം അള്ളാൻ്റെ കാവലും തുണയല്ലാതെ അവർക്ക് ആരുമില്ല. അപ്പം നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് ഞാൻ ആരൊക്കെയാണ് പറഞ്ഞതെന്ന് പടച്ച സത്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ വന്ന് ഞാൻ ചോദിക്കാത്തതെന്നറിയാമോ? എനിക്ക് വയ്യ. നാവ് മനുഷ്യനെ ചതിക്കും പല കാര്യങ്ങൾക്കും. എല്ലാ വചനം പറയരുത്. എൻ്റെ കുട്ടികൾക്കൊരു ഭാവിയുള്ളതാണ്. എൻ്റെ കുട്ടികളെ എനിക്ക് വേണം പൊന്നു പോലെ വളർത്താൻ. എനിക്ക് അള്ളാഹു തന്ന നിധികളാണ് മക്കൾ. നിങ്ങൾ ആരെ മുമ്പ് കൊണ്ടുവന്ന് എൻ്റെ മക്കളെ ഞാൻ ഇട്ടിട്ടില്ല. വീട്ടുപണി ചെയ്തപ്പോഴും ചാക്കെടുത്ത് തന്നിട്ട് സ്റ്റെയറിൻ്റെ അടിയിൽ കിടത്തി എൻ്റെ പൊടി മോനാ. അപ്പോഴും ഞാൻ റബ്ബിൻ്റെ അടുത്ത് ദുആ ചെയ്ത് എന്തെന്നറിയാമോ? അള്ളാഹു എൻ്റെ മോനിക്ക് മാത്രം ഈ അവസ്ഥ. എന്നിട്ട് ഞാൻ പൊന്നോനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇന്ന് ഇത്രയായി എൻ്റെ പൊന്നോ. എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത്രയ്ക്ക് വേണ്ടി എന്ത് തെറ്റ് റഹ്മാനെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പൈസ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് അന്നേക്ക് ആഹാരം മേടിച്ചത്. അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഒന്നുമില്ല. അന്നൊരു ഭ്രാന്തിയെ പോലെയാണ്. ഞാൻ എന്ത് ചെയ്യും? എവിടെ എനിക്ക് സമാധാനം കിട്ടും? എവിടെ? ഓരോരുത്തരടി അവൾ അത് പറഞ്ഞ് ഇവരിങ്ങനെ പറയണ്. നാട്ടിലിറങ്ങിയപ്പോടി അവൻ എന്തിയേ, അവനിപ്പം അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട്. ഇതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ടേ എന്നില്ല. ചില നേരം ഞാൻ പറയും എന്തിനാ ചെയ്തു കൊടുക്കട്ടെ, 1 വർഷം തികയ്ക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് എനിക്കൊരു ഭർത്താവില്ലാത്തൊരു ദുഃഖമായിരുന്നു എന്ന് പറഞ്ഞ് എനിക്കിനി ആരും വേണ്ട. എൻ്റെ അള്ളാഹ് ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഒരു ചവിട്ടടി നടക്കുമ്പോഴും കുനിഞ്ഞു നോക്കി അങ്ങ് ഞാൻ റോഡെ അങ്ങ് പോവും. പിന്നെ പരിചയക്കാരെ ആരെങ്കിലും കണ്ട എൻ്റെ കൂടെ മിണ്ടിയാൽ ഞാൻ മിണ്ടും. ഞാൻ ഇപ്പോഴും പറയുകയാണ്, എല്ലാവരും കൂടെ ഓരോ പ്രശ്നത്തിൽ. പിന്നെ എൻ്റെ ഇക്ക എന്ന് വെച്ചാൽ കൈയൊക്കെ വരിഞ്ഞു മുറിക്കുന്ന ടൈപ്പ് സ്വഭാവം. അതൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത സ്വഭാവങ്ങളാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞില്ല. ഈ ലോകത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിനൊരു തെളിവ് 2-3 ഇൻസ്റ്റഗ്രാം ഐഡിയും യൂട്യൂബ് ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹം
അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ എൻ്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു എന്ന്. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു. ഞാൻ ആരടുത്തും പറയണില്ല. എൻ്റെ ഇക്ക വന്നപ്പോഴത്തേക്ക് ഒരു ബന്ധുക്കളും ഇക്കാക്കില്ലായിരുന്നു. ആരും ഇല്ലെന്ന് പറഞ്ഞ് തന്നെയാണ് എല്ലാം ആദ്യം തൊട്ട് ഇവിടം വരെ നിന്നത്. ഞാൻ എല്ലാം കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടി എടുത്തു കൊടുത്ത് ഇക്കക്ക് മീൻ കച്ചവടം ചെയ്ത് തടിപ്പണിക്ക് പോയി. എവിടെ പോയാലും അടിയും വെള്ളപ്പൊക്കവും. എന്നെ അടിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഇക്ക എങ്ങനത്തോനായാലും എൻ്റെ ദേഹത്ത് ഒരു കൈ വെക്കാൻ എൻ്റെ ഇക്ക ആരെ സമ്മതിക്കൂലായിരുന്നു. അതിനൊക്കെ തെളിവുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയണം, ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ നിങ്ങൾ ദ്രോഹിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ പാപം കുറയുള്ളൂ. എനിക്ക് ഒന്നുമില്ല. എനിക്ക് എൻ്റെ വാതിൽ മുട്ട ഇന്ന് ഒരുത്തനും വന്നിട്ടുമില്ല. പിന്നെ എനിക്കൊരു പെൺകുട്ടിയാണ്, എനിക്ക് 2 ആൺമക്കളുണ്ട് എന്നൊരു പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഞാനൊരു കണ്ണ് പോലും പടച്ചോ സത്യമായിട്ട് എടുത്തില്ല. ഞാൻ ആ ഷോട്ടൊക്കെ ചെയ്തെന്ന് ചിലപ്പോൾ ഈ ക്യാമറയുടെ ക്ലാരിറ്റിയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു അഡീഷണൽ ഒരു വീഡിയോ പോലും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഷോട്ടാ, ഒരു കൈൻമാസ് അങ്ങനത്തെ ഒന്നുമില്ല. ഓൺ ദ സ്പോട്ടിൽ ഇടുന്ന വീഡിയോ ആണ്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു വിധി വന്നു പോയി. അതിലിനിയിപ്പോൾ എൻ്റെ പടച്ചവൻ തന്ന വിധിയാണ്. ഒരു മനുഷ്യൻ അള്ളാഹു സഹിക്കുന്നതും ക്ഷമിക്കുന്നതും സങ്കടം മാത്രമേ തരും. എന്നെ വിളിച്ചിട്ട് പൊട്ടിക്കരയുന്ന ഇത്താമാരുണ്ട്. ഈ 30 വയസ്സായി ഞാൻ ഇത്രയും തരണം ചെയ്ത് ഈമാനുറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അള്ളാന്റെ ഒരു തണല്. പുച്ഛിച്ച് ചിരിക്കുന്നവരുണ്ട്, പരിഹസിച്ച് ചിരിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ മുഖം താഴ്ത്തി കുനിഞ്ഞു നടക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ എൻ്റെ മനസ്സെങ്ങനെയാണെന്ന്? നിങ്ങൾക്കറിയാമോ? എനിക്ക് ഒരുപാട് ഇക്കാന്ന് വിളിച്ചത് ഇക്കാന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. കണ്ട് ഈ അവിഹിത ബന്ധങ്ങൾ കണ്ടപ്പോഴത്തേക്കാണ്, ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, അവിഹിത ബന്ധങ്ങൾ കണ്ടപ്പോഴത്തേക്കാണ് കുറേ കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങിയത്. ഇത് നിങ്ങളടുത്ത് പറഞ്ഞെന്തെന്നറിയാമോ? ഈ ഒരാഴ്ച കൊണ്ടിട്ട് ചെവിയിൽ മുഴങ്ങുന്ന കാര്യങ്ങളാണ് നാട്ടുകാർ പറഞ്ഞ് കേട്ട് ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ ഓർക്കണം. ഇത്രേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് മാപ്പിളെ പിടിക്കും. ഈ പറയുന്നവരെ വീട്ടിലെ നിങ്ങളെ മക്കളും, അതും എൻ്റെ 65-60 വയസ്സുള്ള സ്ത്രീകളുണ്ടല്ലോ, ഒരു ആ സമയത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നുണ പറയാനായിട്ട് ഒരേ വീട്ടിൽ. എൻ്റെ ഈ പരിസരങ്ങളിലുള്ള ഒരു 3-4 ഫാമിലി കാരണം ഭയങ്കര എനിക്ക് ദ്രോഹമാണ്. എന്നാൽ എന്നെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല, ഈ കേട്ടറിവുകൾ നീയൊക്കെ കണ്ട് വീഡിയോ പിടിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും. എനിക്ക് ഒരാളോട് സംസാരിച്ച്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഇന്നത് ചോദിച്ചെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആവട്ടെ, അവളും അവനും തമ്മിലൊരു ബന്ധം ആവുന്നില്ല. ചിലപ്പോൾ വാപ്പായെ അറിയാതെ, എൻ്റെ വാപ്പ ജനിച്ചുളഞ്ഞ നാടായത്. വാപ്പാക്ക് 10-65 വയസ്സുണ്ട്. കാളയെ വണ്ടിയായിട്ട് അന്നേ നടന്ന നാടാ എൻ്റെ ഉമ്മാൻ്റെ നാട്. ഞാൻ ഇവിടെയല്ല പഠിച്ചത് വളർന്നത് വെക്കാം. നിങ്ങൾ പറയുന്നതിന് പോലീസ് കേസ് വരെ ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ എൻ്റെ നാട്ടുകാർ കാരണം എന്നെ ഭർത്താവ് ഉപദ്രവിച്ചിട്ടുണ്ടെന്നറിയാമോ? ആ കാരണത്തിലൊക്കെ പോലീസ് കേസ്, എന്നിട്ട് പോലീസ് വരെ വാണിംഗ് കൊടുത്തതാണ്. നമുക്കിന്നൊരു നീതി അത് കിട്ടണമെങ്കിൽ അള്ളാഹു മാത്രം വിചാരിച്ചാലേ നടക്കും. ഞാൻ പഠിച്ച പാഠമാണ്. പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ, ഒരു പെണ്ണ് അവിഹിത ബന്ധം സഹിക്കില്ല. എന്നെ ആരെ കൂട്ടി വായിച്ചാലും ശരിയല്ല, എൻ്റെ മക്കൾക്കൊരു ഉപ്പയുണ്ട് എന്നെങ്കിൽ നിങ്ങൾ ആരും കൂട്ടി വായിക്കില്ല. പക്ഷെ ഇന്നത്തെ സമൂഹം ഇങ്ങനെ ആയിപ്പോയത് എന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ എന്നെക്കുറിച്ചിട്ട് എത്രയോ പറഞ്ഞോളി, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പുന്നോട് വരുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യരുടെ അടുത്ത് ഇത്രയും ഞാൻ മിണ്ടാത്ത കുറച്ച് ഫാമിലികളുണ്ട്. ആ ഫാമിലിയുടെ അടുത്ത് ഞാനൊരു ദ്രോഹം ചെയ്യാനും പോണില്ല. എൻ്റെ കുട്ടികൾ അങ്ങോട്ട് നോക്കുപോലുമില്ല. ഞാൻ പറഞ്ഞ ഒരു ചെയ്യുന്ന പോലും ഒരു പറയാത്ത മക്കളാണ്. എൻ്റെ മസറൂറ മോളോ ആയാലും എൻ്റെ മിഫ്സലി മോനായാലും, മിഫ്സലത്തി കുരുത്തക്കേടുണ്ട് എന്നുണ്ടെങ്കിൽ മക്കളെ അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞ് എൻ്റെ മക്കൾ നോക്കില്ല. ഇത്രയേ ഉള്ളൂ മക്കളെ. പിന്നെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രൂപപ്പെടുത്തി. ഞാൻ പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട്